ഹായ്, ഷീജാസ് ജേർണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറി കണ്ടപ്പം തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും അല്ലേ. ഇന്ന് ഞാൻ മുരിങ്ങയ്ക്കായും തക്കാളിപ്പഴവും പരിപ്പും എല്ലാം കൂടെ ചേർത്തിട്ടൊരു കറിയാണ് വെക്കുന്നത്. കറി റെഡിയാക്കാനായിട്ട് ഞാൻ ഒരു മുരിങ്ങയ്ക്കായും ഒരു 2-3 തക്കാളിയും 2 പച്ചമുളകും പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളി ചേർക്കേണ്ടവർക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ വേണ്ട കേട്ടോ. നമ്മൾ മുരിങ്ങയ്ക്കായും തക്കാളിപ്പഴവും എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം പരിപ്പിൻ്റെ വേവ് നമുക്ക് അറിയത്തില്ലല്ലോ. വേവ് എന്തോരമാണെന്ന് അറിയത്തില്ല. അത് കാരണം കൊണ്ട് ഞാനൊന്ന് പരിപ്പ് ആദ്യമേ തന്നെ ഒന്ന് വേവിക്കുന്നത്. എന്നിട്ട് നമുക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മുരിങ്ങയ്ക്കായും തക്കാളിപ്പഴവും കൂടെ ഇടാം. കുക്കറിനകത്ത് ഇടേണ്ടവർക്ക് ഇടാവേ. മൊത്തത്തിൽ ഇട്ട് തക്കാളിപ്പഴവും മുരിങ്ങയ്ക്കായും പരിപ്പും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു 2 വിസിൽ കൊടുത്ത് അങ്ങനെ വേവിക്കാം. ഞാൻ പിന്നെ എല്ലാം അങ്ങ് കലങ്ങി പോകത്തില്ല. അത് കാരണം കൊണ്ട് ആദ്യമേ ഒന്ന് പരിപ്പെടുത്ത് ഒന്ന് വേവിക്കുന്നത്. പരിപ്പ് ഇതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഒത്തിരി വേകേണ്ട ആവശ്യമില്ല. ഈ സമയം നമുക്ക് പച്ചമുളകും തക്കാളിയും മുരിങ്ങയ്ക്കായും പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കേണ്ടവർക്ക് ചേർക്കാം കേട്ടോ, ഇല്ലെങ്കിൽ വേണ്ട. ഇതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. കുറച്ച് മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് മുരിങ്ങയ്ക്കായും തക്കാളിയൊക്കെ വേകണമല്ലോ, അപ്പോൾ അതിനായിട്ടുള്ള വെള്ളം. ഇപ്പോൾ ഇത് ഒരു ഒഴിച്ചു കറിയാണല്ലോ, അപ്പം ഇച്ചിരി വെള്ളം വേണം. എന്നിട്ട് പിന്നീട് നമുക്ക് തേങ്ങ അരച്ച് ചേർക്കാം. അപ്പോൾ ഇതൊന്ന് ഇവിടെ കിടന്ന് വേകട്ടെ. ഞാൻ ആദ്യമേ തന്നെ പരിപ്പ് വേവിച്ച കാര്യം എന്നാന്ന് വെച്ചാൽ, അല്ലെങ്കിൽ പരിപ്പും മുരിങ്ങയ്ക്കായും തക്കാളിയൊക്കെ ഒരുപോലെ അങ്ങ് ഇതായിട്ട് കിടക്കും. പരിപ്പ് ഇങ്ങനെ വേകാത്ത പോലെയും ബാക്കിയെല്ലാം തക്കാളിയും മുരിങ്ങയ്ക്കായൊക്കെ വെന്തും ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ ഞാൻ പരിപ്പ് വേവിച്ചേ. ഇനിയിപ്പം എല്ലാം കൂടെ നന്നായിട്ട് വെന്തുടഞ്ഞോളും. നമ്മുടെ കറി ഇവിടെ ഏകദേശം ഒന്ന് വെന്ത് വരുന്നുണ്ട്. ഇച്ചിരിയും കൂടെ ഒന്ന് വേകാനുണ്ട്. അന്നേരത്തിന് നമുക്ക് തേങ്ങ ഒക്കെ അരച്ചെടുക്കാവേ. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന കറിയെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം എന്നാന്ന് വെച്ചാൽ കറിക്ക് അതിൻ്റേതായ താമസങ്ങളൊക്കെ ഉണ്ടല്ലോ. പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളത്തരമാകും. നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. തേങ്ങ ചിരണ്ടി ജാറിനകത്തോട്ടിട്ടിട്ടുണ്ട്. ഇതിലേക്ക് 2 ചുവന്നുള്ളി ചേർക്കേണ്ടവർക്ക് ചേർക്കാം. അപ്പം നമ്മൾ കറിക്ക് ചേർത്തിട്ടില്ലല്ലോ, അത് കാരണം കൊണ്ട് ഞാൻ 2 ചുവന്നുള്ളിയും കൂടെ ചേർത്തിട്ടുണ്ടേ. കുറച്ച് ചെറുജീരകം, പെരുംജീരകം ചേർത്താലും നല്ലതാണ്, ഞാൻ ചെറുജീരകമാണ് ചേർക്കുന്നത്. പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നന്നായിട്ട് അരഞ്ഞ് കിട്ടണ്ടേ. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം. തേങ്ങയൊക്കെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കറി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പരിപ്പ് ഇച്ചിരി ഒന്ന് നമുക്ക് വേണമെങ്കിൽ ഉടച്ചു കൊടുക്കാവേ. തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കുക. സിമ്മിൽ വെക്കണം, എന്നിട്ട് വേണം ചൂടാക്കാൻ. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് വെള്ളവും കൂടെ ഇച്ചിരിയും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് ജാറ് കഴുകി വെള്ളം ഒഴിക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. ഞാൻ ഇച്ചിരി ചേർത്തിട്ടുണ്ട്. നമ്മൾ തേങ്ങ അരച്ച് ചേർത്ത് കഴിഞ്ഞ് അധികം ഇട്ട് ചൂടാക്കണ്ട. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം നമ്മൾ കറി ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം, അല്ലെങ്കിൽ പിന്നെ തിളച്ചങ്ങ് പിരിഞ്ഞു പോവും. നമ്മുടെ കറി ഒന്ന് തിളച്ചിതായി വന്നിട്ടുണ്ട്. നേരത്തെ നമുക്ക് അടുപ്പിൽ നിന്ന് പിന്നെ കറി മാറ്റി വെച്ചിട്ട് താളിച്ചെടുക്കാവേ. ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുക് ഇട്ട് കൊടുക്കാം.
കടുക് ഒന്ന് പൊട്ടി വന്നപ്പോഴത്തേക്കും വറ്റൽമുളകും ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാണ്. ഒന്ന് മൂട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിയൊക്കെ താളിച്ച് നമ്മുടെ കറിയിലേക്ക് ഇരിക്കാം. അപ്പോൾ ഇതുപോലെ കറി വെച്ചിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെയൊക്കെ കൂടി കഴിക്കാനായിട്ട് നല്ലതാണ്. എല്ലാവരും ഇതുപോലെ തന്നെ ഒന്ന് വെച്ച് നോക്കുക. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എല്ലാവർക്കും താങ്ക്